Morning, guys. നമുക്ക് ഔട്ടിംഗ് ഉണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചു ഒരു ലോങ് വീഡിയോ എടുത്താലോ. നമുക്ക് ഹെയർ സ്ട്രെയിറ്റ് ചെയ്യാം. ആക്ച്വലി നമ്മൾ എപ്പോഴും ഹെയർ സ്ട്രെയിറ്റ് ചെയ്യാറില്ല. നമുക്ക് കോളേജിൽ എന്തെങ്കിലും പ്രോഗ്രാംസ് ഉള്ളപ്പം അതേപോലെ നമ്മൾ ഒരു 2 hours 3 hours ഒക്കെ ഔട്ടിങ് കിട്ടുമ്പോൾ മാത്രം നമ്മൾ ഹെയർ സ്ട്രെയിറ്റ് ചെയ്യാറ്. ആക്ച്വലി എൻ്റെ ഹെയർ ഓൾറെഡി ഇച്ചിരി സ്ട്രെയിറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. സോ അപ്പം കുറച്ച് ചെയ്താൽ മതി. ഇച്ചിരി ഒതുങ്ങി കിടക്കാറുണ്ട്. ഇനി ലേശം പൊട്ടിയാറാം. ആക്ച്വലി നമ്മളൊരു കാര്യം മറന്നു. സാധാരണ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് കോൺസെൻട്രേഷൻ പോയതുകൊണ്ട് എനിക്ക് അത് ചെയ്യാൻ പറ്റില്ല. ഇതിനായിട്ടുള്ള സൺസ്ക്രീൻ കിട്ടും. മല്ലേശ്വരത്ത് വന്ന് വലിയ ഐഡിയ ഒന്നുമില്ല. കാരണം നമ്മളെ രാവിലെയാണ് ഔട്ടിങ്ങിന് വിട്ടേക്കുന്നത്. നമ്മൾ എങ്ങോട്ട് പോകാനാണ്. ഞങ്ങള് വലിയ എക്സ്പെക്ടേഷൻസ് ഒന്നും ഇല്ലാതാണ് ഇത്തവണ വന്നേക്കുന്നത്. കാരണം ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടുള്ളതൊന്നും അങ്ങനെ എല്ലാം ചീറ്റിപ്പോയി. 2 തവണ എക്സ്പെക്ട് ചെയ്തിട്ട് പോയതെല്ലാം ചീറ്റിപ്പോയതുകൊണ്ട് ഞങ്ങൾ ഇത്തവണ വിചാരിച്ചു ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ അങ്ങ് പോയേക്കാന്ന്. അതെ, ഞങ്ങൾ അങ്ങനെ നേരത്താണ് നമ്മൾ എവിടോട്ട് പോകണം എന്ന് തീരുമാനിച്ചതും പോകാമെന്ന് വെച്ചത്. സോ നമുക്ക് കാണാം. നമ്മൾ എത്രയൊക്കെ ഗെറ്റപ്പിൽ ഇറങ്ങിയാലും കമ്മലുകട കാണുമ്പോൾ എല്ലാവരുടെയും ആ ഒരുക്കങ്ങ് മാറും. ഞങ്ങളങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടു. അപ്പോൾ ബൈ ബൈ, ഞങ്ങൾ പോവാം. അതാ ടാറ്റാ പോവാണ്. ഗൈസ്, ഇത് ഞാൻ കുറേ നാളായിട്ട് തപ്പിടക്കുന്ന സാധനം. ഞാൻ വെച്ചോട്ടെ. മേടിച്ചോ? എത്ര റേറ്റ്? താങ്ക് യു. അപ്പോൾ നമ്മള് മന്ദബുദ്ധിത്തരം വഴി, അത് റോഡാണ് എന്താണെന്നൊന്നും വേണ്ട, മന്ദബുദ്ധിയാണോ
പിന്നെയും കണ്ടു. സമയം കളയേണ്ടത് വെച്ച് കടയിൽ കയറിയില്ല. ഫോട്ടോ എടുക്കാൻ സ്ഥലം കിട്ടുമോ നോക്കുവാണ്, ബട്ട് കിട്ടുന്നില്ല. മമ്മി അങ്ങോട്ട് ഇറങ്ങിപ്പോയാലോ? അവിടുന്ന് നമ്മൾ വന്നത്. ഇന്നത്തെ ഔട്ടിങ്ങിനെ പറ്റി എന്താ പറയാനുള്ളത്? ഈ ഒരു ടൈമിംഗ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര എല്ലായിടത്തും വിസിറ്റ് ആക്കാൻ പറ്റൂല. എന്നാലും ഈ ഒരു ക്ലൈമറ്റ് അനുസരിച്ച് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. കാരണം വെയിലില്ല, നമുക്ക് അത്ര ഇതില്ലാതെ അങ്ങ് നടക്കാം. പക്ഷേ ഞങ്ങൾക്ക് എവിടെ ഒന്ന് കയറാനൊന്നും പറ്റുന്നില്ല. എല്ലാ ഷോപ്പും തുറന്നു വരുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഫുഡ് സ്പോട്ടായിരുന്നു പക്ഷേ നോക്കിയത്. കോളേജുകാർ ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. ഈ രാവിലെ 10 മണിക്ക് ഏത് കട തുറക്കാനാ? എന്നിട്ട് ഞങ്ങൾ ഈ ചെറിയ സന്തോഷം പങ്കുവെക്കുന്നു നിങ്ങളായി. ഞങ്ങൾക്ക് വലിയ എക്സ്പെക്ടേഷൻ അല്ലെങ്കിലും ഇല്ല. ഞങ്ങളിങ്ങനെ ഒന്നെങ്കിൽ രാവിലെ കടയൊക്കെ തുറക്കുന്നതിന് മുന്നേ വിടത്തുള്ളൂ, അല്ലെങ്കിൽ ആർക്കും വേണ്ടാത്ത സമയത്തൊക്കെ ഞങ്ങൾ ഇറക്കി വിടാറുള്ളൂ സാധാരണ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് ഇതൊരു പുത്തരിയല്ല. ഇപ്പോൾ ഞങ്ങൾ എല്ലാ ഫ്രൈഡേ ഔട്ടിങ്ങിന് വിടുകയാണെങ്കിൽ ഇതുപോലെ നടക്കൽ തന്നെയാണ്. ഒരു പ്ലേസ് ഒന്ന് മാറ്റി പിടിച്ചു. കോളേജിന്റെ ഫ്രണ്ടിൽ വരെ കുറച്ചൊരു സാധാരണ എപ്പോഴും കോളേജിന്റെ ഫ്രണ്ടിൽ കൂടെയാണ് നടക്കാറ്. ഇനിയിപ്പം നമ്മൾ ഈ വഴി നടന്നേ ഉള്ളൂ. സോ നമ്മളിപ്പം ഫോട്ടോയെങ്കിലും നല്ലത് കിട്ടാനായിട്ട് സ്ഥലം തപ്പി നടക്കുക. നോക്കട്ടെ കിട്ടുമോന്ന്. ആക്ച്വലി ഗൈസ് നമ്മൾ കണ്ണാടി വാങ്ങണമെന്ന് വെച്ചാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മൾ ഓർത്തു ഓൺലൈനായിട്ട് വാങ്ങാം. വളരെ നന്നായിരുന്നു. അതെ, ബോറടിച്ചില്ല. പിന്നെ ചെറിയൊരു വിഷമം കൊണ്ട് ഞങ്ങൾക്ക് എവിടെയും കയറാൻ പറ്റില്ല, ഒരു കോഫി പോലും കുടിക്കാൻ പറ്റില്ല. നമ്മൾ രാവിലെ തൊട്ട് ചായ പോലും കുടിക്കാതെ ഇറങ്ങിയത്. കാരണം കോളേജിൽ പോകണമെങ്കിൽ രാവിലെ നമ്മളൊക്കെ റെഡിയായി ഇറങ്ങാൻ തന്നെ കുറേ നേരം എടുക്കുന്നതുകൊണ്ട് ഞങ്ങൾ കോളേജിൽ പോകാൻ എണീക്കുന്ന ടൈമായപ്പോൾ എണീറ്റിട്ടാണ് റെഡിയായിട്ട് 10 മണിയായപ്പോൾ ഇറങ്ങിയത്. അതുകൊണ്ട് നമ്മൾ കഴിച്ചൊന്നുമില്ല. സോ നമ്മൾ വിചാരിച്ചു ചായയെങ്കിലും കുടിച്ചിട്ട് പോകാം. അങ്ങനെ ഉച്ച വരെ വിശന്നിരിക്കണ്ടേ, പറ്റിക്കും പോയി ചായ കുടിക്കാം. അപ്പോൾ നമ്മൾ ചായ കുടിക്കാനായിട്ട് കയറിയതാണ്. പക്ഷെ ഞങ്ങൾ നമുക്ക് ഷേക്ക് കുടിക്കാമെന്ന്. കാരണം ഷേക്ക് കുടിച്ചിട്ട് കുറേ നാളായല്ലേ. നമ്മൾ വിചാരിച്ചു 2 ഷേക്ക് മേടിച്ചിട്ട് ഷെയർ ഇടാം. കാരണം ഇത് നമ്മൾ ചെല്ലുമ്പോൾ ഉച്ചയാകും. പിന്നെ ഞങ്ങൾ ഫുഡ് മേടിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇനിയിപ്പം ഊബർ ബുക്കാക്കിയിട്ടുണ്ട്. അതിപ്പോൾ വരും, നമ്മൾ തിരിച്ച് പോകാം. I begin to
കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഇഫ് യു ഗൈസ് ലൈക്ക് മൈ വീഡിയോ, ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുത്തിട്ട് പറ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ.